ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവൽ. കഠിനമായ വേനൽച്ചൂടിൽ കുളങ്ങളും ജലാശയങ്ങളും വറ്റിവരണ്ടു. നില പൂർണ്ണമായും ഒരു നീർച്ചാലായി മാറി. വേനൽ മഴയും കനിയാത്തതോടെ ജലക്ഷാമം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ രൂക്ഷമായി. നിലയിൽ അവിടെയിവിടെയായി അല്പം ജലം മാത്രമാണ് അവശേഷിക്കുന്നത്. നിലാതീരത്ത് പിതൃകർമ്മത്തിനായി എത്തുന്നവർക്ക് മുങ്ങി നിവരാൻ പോലും കഴിയാതെയായി. അടുത്ത കാലത്തൊന്നും പുഴ ഇതുപോലെ വറ്റിയിട്ടില്ലെന്ന് പഴമക്കാർ പറയുന്നു. ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ മുൻകൂട്ടി കണ്ട് ഭൂമിക്കൊരു ചരമഗീതം കുറിച്ചുവെച്ച കവിയുടെ ദീർഘദർശനം ഇപ്പോഴാണ് മലയാളികൾക്ക് അനുഭവത്തിൽ വരുന്നത്. പുഴകളും നദികളും വികൃതമാക്കി മനുഷ്യൻ ആസുര താണ്ഡവമാടുമ്പോൾ മറന്നുപോയത് സ്വന്തം നിലനിൽപ്പ് തന്നെയാണ്. ആവണികൾ പൂക്കൾ തിരിയുന്നതും മഴമേഘങ്ങൾ മാറിപ്പോകുന്നതും അദ്ദേഹം ഭാവനയിൽ കണ്ടു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം ഭൂമിയുടെ ചരമഗീതം കുറിച്ചുവെക്കുകയും ചെയ്തു. വേനൽ മഴ ഇനിയും വൈകിയാൽ ദാഹജലത്തിനായി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. ആനയും മയിലും പന്നിയുമെല്ലാം കാടുവിട്ട് നാട്ടിലെത്തുന്നത് ഇന്ന് നാട്ടിൻപുറങ്ങളിലെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒന്നു മാത്രം വിസ്മരിക്കാതിരിക്കുക, നമുക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി. നമ്മളെപ്പോലെ തന്നെ കാട്ടുമൃഗങ്ങൾക്കും വൃക്ഷലതാദികൾക്കും പക്ഷികൾക്കുമെല്ലാം അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അവരും ഭൂമിയുടെ അവകാശികളാണെന്ന ചിന്ത വിസ്മരിക്കാതിരിക്കുക.